ഇന്ത്യയിലെ നിരവധി വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്ത് പാകിസ്ഥാൻ ഹാക്കർമാർക്ക് ശക്തമായ മറുപടി നൽകിയത് മലയാളി ഹാക്കർമാർ. പാക് വിമാനത്താവളത്തിന്റെ വെബ്സൈറ്റിൽ CID മൂസയിലെ സലിംകുമാറും പ്രേമത്തിലെ നിവിൻ പോളിയും രാവണപ്രഭുവിലെ മോഹൻലാലിനെയും ഒക്കെ അവതരിപ്പിച്ച മലയാളി ഹാക്കർമാരുടെ പൊങ്കാല തുടരുകയാണ്. രാജ്യാന്തര വിമാനത്താവളത്തിന്റെ വെബ്സൈറ്റ് പാക് ഹാക്കർമാർ ഹാക്ക് ചെയ്തതിനെ തുടർന്നാണ് മലയാളി ഹാക്കർമാർ പാക് വെബ്സൈറ്റും ആക്രമിച്ച എല്ലാ വിവരങ്ങളും മാറ്റിമറിച്ചത്. കേരളത്തിലെ വെബ്സൈറ്റുകൾ തൊട്ടാൽ എന്താകുമെന്ന് കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾ ഇത്തവണ ട്രോളന്മാർക്കും പൊങ്കാല സ്പെഷ്യലിസ്റ്റുകൾക്കും അവസരം തരികയാണ്. പാകിസ്ഥാൻ എയർപോർട്ട് വെബ്സൈറ്റ് അഡ്മിൻ ലോഗിൻ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നു. നിങ്ങളുടെ കരുത്ത് കാണിക്കാൻ സമയമായിരിക്കുന്നു. പിന്നെ പാസ്വേഡ് മാറ്റി മറ്റു പൊങ്കാല സ്പെഷ്യലിസ്റ്റുകളെ ബുദ്ധിമുട്ടിക്കരുത്. അവർക്കും അവസരം കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതായിരുന്നു മല്ലു സൈബർ സോൾജേഴ്സിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വെബ്സൈറ്റ് ഹാക്ക് ചെയ്തതിന്റെ സ്ക്രീൻഷോട്ടുകൾ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുമുണ്ട്. മല്ലു സോൾജേഴ്സ് എന്ന മലയാളി ഹാക്കർമാർ പാക് സൈറ്റിന്റെ ലോഗിൻ വിവരങ്ങൾ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത ശേഷം പൊങ്കാലയിടാൻ ആവശ്യപ്പെടുകയായിരുന്നു. പിന്നെ ഓരോ മിനിറ്റിലും സൈറ്റിലെ വിവരങ്ങളാകെ മാറിമറിഞ്ഞു. പാക് വിമാനത്തിന് വടുതലയിലും പെരുമ്പാവൂരിലുമൊക്കെ ഇറങ്ങാമെന്നുള്ള വിവരങ്ങൾ സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ടു. പാക് വിമാനത്താവളത്തിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത് പൊങ്കാലയിട്ടതിനെ തുടർന്ന് സൈറ്റ് താൽക്കാലികമായി പിൻവലിച്ചിരിക്കുകയാണ്. ചീറ്റ് എന്ന ഗ്രൂപ്പായിരുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം എയർപോർട്ട് വെബ്സൈറ്റ് ഹാക്ക് ചെയ്തത്. പാക് സൈബർ അറ്റാക്കേഴ്സ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇവർ മെസ് വിത്ത് ദി ബെസ്റ്റ്, ഡൈ ലൈക്ക് റെസ്റ്റ് എന്നീ സന്ദേശങ്ങളാണ് വെബ്സൈറ്റിൽ ഹാക്കർമാർ അപ്ലോഡ് ചെയ്തിരുന്നത്. ബുധനാഴ്ച 9 മണിയോടെ സൈറ്റ് പൂർവ്വസ്ഥിതിയിലെത്തുകയും ചെയ്തിരുന്നു. കേരള സർക്കാരിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത് ദേശീയ പതാകയെ അപമാനിച്ചവർക്ക് വൻ തിരിച്ചടി നൽകി മല്ലു സോൾജേഴ്സ്. പാക് സർക്കാരിന്റെ കീഴിലുള്ള 100ഓളം വെബ്സൈറ്റുകളാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ തകർത്തത്. മോഹൻലാലിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തപ്പോഴും മല്ലു സൈബർ സോൾജേഴ്സ് രംഗത്തെത്തിയിരുന്നു.